നമ്മുടെ കുട്ടികളെല്ലാം നാഥന്റെ മുറ്റത്ത് വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്തു മനുഷ്യവർഗം. ആ കുട്ടികൾ പിന്നീട് പുഴുക്കുത്താർന്നിട്ട് ഇബിലീസും കലിയും ചെകുത്താനുമാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നമ്മൾ കൂടിയാ. അതുകൊണ്ട് മക്കളെ ശപിക്കരുത്. ആ ഒരു കുഞ്ഞിക്കാല് കാണാതെ എത്രയെത്ര അമ്മമാർ കരയുന്നുണ്ടെന്നറിയുമോ? അമ്മയാവാൻ പറ്റാഞ്ഞിട്ട്. നമുക്ക് മക്കളെ കിട്ടിയില്ലേ? ആ മക്കൾ ദൈവത്തിന്റെ മക്കളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, മനുജാകൃതി പൂണ്ട ദൈവമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. എല്ലാ കുട്ടികളും ഉണ്ണിക്കണ്ണനോ ഉണ്ണി യേശുവോ മുത്തുനബിയോ ആണ്. അത് കാടാച്ചിറക്കാരൻ തടിയന്റെ അവിടെ നസീറായാലും, ജയിലിൽ കിടക്കുന്ന മെൽഞ്ഞോന്റെ അടുത്ത മജീദായാലും, ഗോവിന്ദച്ചാമിയായാലും എല്ലാവരും ജനിക്കുമ്പോൾ നല്ല കുഞ്ഞിമക്കളായിരുന്നു അല്ലേ? അവൻ ഭീകരവാദിയായതിന് ഉത്തരവാദി അവനല്ല, നമ്മുടെ മക്കളാണ്. അവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കുക. സ്നേഹം കൊടുക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ ഗുണഭോക്താക്കളാവുക. സ്നേഹം കിട്ടുമ്പോഴല്ല. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. മക്കളെ അടിമകളായി കാണരുത്. അവരെ വ്യക്തിയായിട്ട് ബഹുമാനത്തോടെ കാണുക. അവർ നിങ്ങളെയും ബഹുമാനിക്കും.